അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് മുഹറം 10ൻ്റെ മഹത്വങ്ങളെക്കുറിച്ചാണ് കേട്ടോ. മുഹറം 10 എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു പുണ്യ ദിവസമാണ്. നമ്മുടെ ഇസ്ലാമിക പുതുവർഷത്തിൻ്റെ ആദ്യ മാസത്തിലെ 10ാം ദിവസമാണ് മുഹറം 10 എന്ന് പറയുന്നത്. എല്ലാവരും ഒരുപാട് പുണ്യങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്യുന്ന ഒരു ദിവസമാണ് മുഹറം 10ാം ദിവസം. ഈ മുഹറം 10ാം ദിവസം നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഫലം ഏറെ വലുതാണ്. നമ്മൾ ഒരു ദിവസം സാധാരണയായിട്ടുള്ള ഒരു ദിവസം ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രതിഫലങ്ങൾ അന്ന് നമ്മൾ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ആ ഒരു ദിവസത്തെ എല്ലാവരും അത്രയും ആർഭാടമായിട്ട് സ്വീകരിച്ച് നല്ല രീതിയിൽ തന്നെ ആ ദിവസത്തെ വരവേറ്റ് ഒരുപാട് സൽക്രമങ്ങളുമായിട്ട് ചെയ്തിട്ട് ആ ഒരു ദിവസത്തെ പറഞ്ഞേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തിൻ്റെ മഹത്വങ്ങൾ, ഈ ഒരു ദിവസം നോമ്പ് നോറ്റാലുള്ള സ്വതക ചെയ്താലുള്ള ഒക്കെ മഹത്വങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയാം, എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാം. ലൈക്ക് ചെയ്തിട്ട് കണ്ടാലേ യൂട്യൂബിന് മനസ്സിലാകൂ. ഞാനിത് എപ്പോഴും പറയുന്നതാണ്, ഇത് നല്ലൊരു വീഡിയോ ആണ് എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബ് ഒരുപാട് പേരുടെ മുമ്പിലേക്ക് എത്തിക്കും. അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റുമൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ കാരണം മറ്റൊരാളിലേക്ക് ഒരു അമൽ ഇൽമ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് അല്ലാഹു തആല അനുഗ്രഹത്തിൻ്റെ റഹ്മത്തിൻ്റെ ചിറകുകൾ വീശിത്തരും. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഒരു അമൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തൊക്കെയാണ് മഹത്വങ്ങളെന്ന് ഞാൻ പറയാം കേട്ടോ. ഹദീസുകളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, മുഹറം 10ാം ദിവസം ഒരാൾ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ നോമ്പ് നോറ്റ പ്രതിഫലമാണ് അദ്ദേഹത്തിന് ലഭിക്കുക. കാര്യം പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ മുഹറം ദിവസം സുന്നത്ത് നോമ്പ് ആ ഒരു മുഹറം 10ാം ദിവസം നമ്മൾ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അല്ലാഹു തആല അത് സ്വീകരിച്ചു. ആ നോമ്പ് അല്ലാഹു സ്വീകരിച്ചു എന്ന് കൂട്ടിക്കോളും. ആ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റാൽ, ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റാൽ ഒരാൾക്ക് എത്ര പ്രതിഫലം കിട്ടും എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? പറ്റൂല. അതുപോലെ തന്നെ ഈ ഒരു മുഹറം 10ാം ദിവസം നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ ഒരു വർഷം ഒരാൾ നോമ്പ് നോറ്റ പോലെയാണ്, അല്ലെങ്കിൽ ഒരു വർഷം ഒരാൾ നോമ്പ് നോറ്റ പ്രതിഫലം എന്ത് ചെയ്യും, അദ്ദേഹത്തിന് ലഭിക്കും. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തത്, ഒരാൾ മുഹറം 10ൻ്റെ ദിവസം സ്വതക്ക ചെയ്യുക. സ്വതക്ക ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് വാരിക്കോരി നമ്മളെ കൊണ്ട് കഴിയാതെ ബുദ്ധിമുട്ടി അങ്ങനെയല്ല, നമ്മളെ അടുത്ത് ഉള്ളത് എന്താണോ അതില്ലാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. സ്വതക്ക ചെയ്യുക. ചെറിയ ചെറിയ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സ്വതക്കകൾ ചെയ്തു കഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ സ്വതക്ക ചെയ്തതിന് തുല്യമായിട്ടുള്ള പ്രതിഫലം അല്ലാഹു തആല അവൻക്ക് നൽകുമെന്നാണ് ഹദീസുകളിൽ പറയുന്നത്. ആലോചിച്ച് നോക്കിയേ, സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രാവശ്യം സ്വതക്ക ചെയ്താലുള്ള മഹത്വത്തെക്കുറിച്ച്, പ്രതിഫലത്തെക്കുറിച്ച്. അപ്പോൾ ഒരു വർഷം മുഴുവൻ സ്വതക്ക ചെയ്താലുള്ള പ്രതിഫലത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയും പ്രതിഫലം അല്ലാഹു തആല തരും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു തആല നമുക്ക് ഒരുപാട്, ഇതൊക്കെ അല്ലാഹുവിൻ്റെ ഓഫറുകളാണ്. നമ്മളത് സ്വീകരിച്ച് ചെയ്യുന്നവർക്ക് അല്ലാഹു തആല ഇനിയും 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 ഓഫറുകൾ തരും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യൂല. എല്ലാവരും ഇത് അറിഞ്ഞിട്ടും കാണാത്ത ഭാവം നടിച്ച് നിൽക്കും ഒരുപാട് പേര്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലാഹുവിൻ്റെ വക എത്രമാത്രം എണ്ണിയാൽ തീരാത്തത്ര ഓഫേഴ്സ് അല്ലാഹു തആല തന്നിട്ടുണ്ട്, നല്ല നല്ലത്. അപ്പം നമ്മൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹു നൽകുന്ന, ഇപ്പം നമുക്ക് ഒരു ദിവസം മുഹറം 10ന് അന്ന് സ്വതക്ക ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു നൽകുന്ന ഓഫർ നോക്കി നിങ്ങൾ ആ ഒരു വർഷം മുഴുവൻ സ്വതക്ക ചെയ്തതിന് തുല്യമായിട്ടുള്ള പ്രതിഫലം നൽകും. നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം നൽകും. ഇത്രയും വലിയ ഓഫേഴ്സൊക്കെ അല്ലാഹു തആല തന്നിട്ട് നമ്മളത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് തന്നെയല്ലേ നഷ്ടം? അല്ലാഹുവിന് ഒരു നഷ്ടം വരികയാണെങ്കിൽ ആ നഷ്ടം വരുന്നത് ആർക്കാണ്? നമുക്കാണ്. അതുപോലെ തന്നെ നമുക്ക് പോയി എന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, ആർക്കാനും വേണ്ടിയൊന്നുമല്ല. അപ്പം നമുക്ക് വേണ്ടി അല്ലാഹു തആല തരുന്ന ഇത്രയും വലിയ വലിയ സമ്മാനങ്ങളും ഓഫറുകളൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ട് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ലവരായി ഒരുപാട് നന്മകൾ കൂട്ടിയിട്ട ഒരു പുസ്തകവുമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഖിയാമത്ത് നാളിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് നന്മകൾ എഴുതി വെച്ച പുസ്തകം വലത് കയ്യിൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. സ്വർഗത്തിലേക്ക് സിറാത്ത് പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ കടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ഇത്രയും കാലം ജീവിതത്തിന് ഒരു വിജയം, നമ്മൾ ഇത്രയും കാലം ജീവിച്ചതിന് ഒരു വിജയം, അല്ലെങ്കിൽ എന്താണ് ഒരു ഉപകാരം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാകും, നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുന്ന ഒരു കാലം വരും. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഖബറിലേക്കുള്ളത്, അതുപോലെ നമ്മുടെ ഖിയാമത്ത് നാളിലേക്ക്
ഭാവിയിലേക്കുള്ളത് എല്ലാത്തിനും കരുതി വെക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ഈ ഒരു ദുനിയാവിൽ ജീവിക്കുമ്പോൾ തന്നെ ദുനിയാവ് മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ദുനിയാവിന് വേണ്ടി കള്ളവും പിടിയും അങ്ങനെ നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഖിറം നഷ്ടപ്പെട്ടു പോകും. ആഖിറത്തിൽ നമ്മൾ അനാഥനായി പോകും. ഇപ്പോൾ നമ്മൾ എത്ര തെറ്റ് ചെയ്താലും നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന അല്ലാഹു തആല ഒരിക്കൽ നമ്മളോട് കോപിക്കും, നമ്മളെ മൈൻഡേ ചെയ്യാതാകും. ഖിയാമത്ത് നാളിൻ്റെ അന്ന് നമ്മൾ ഇബാദത്തുകളൊന്നും ചെയ്യാതെ അല്ലാഹു തആല സകലമായ അനുഗ്രഹങ്ങളും തന്നിട്ട് അല്ലാഹു തആല പറയുന്ന ആ ഒരു ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാതിരിക്കുമ്പോൾ അല്ലാഹു തആല കോപിക്കും. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മുഹറം 10-ാം ദിവസത്തിൻ്റെ മഹത്വങ്ങളെ കുറിച്ചാണല്ലേ. ആ ദിവസം നമ്മൾ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ വർഷം മുഴുവൻ നോമ്പ് നോറ്റ് പ്രതിഫലം ലഭിക്കും. ആ ദിവസം നമ്മൾ സദഖ ചെയ്ത് കഴിഞ്ഞാൽ വർഷം മുഴുവൻ സദഖ ചെയ്തതിൻ്റെ കൂലി ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇത് എന്തായാലും നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താന്ന് വെച്ചാൽ അന്നേ ദിവസം നമ്മുടെ വീട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, എന്തെങ്കിലും കൊടുക്കുക, നമ്മളാൽ കഴിയുന്നത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഭക്ഷണം, അന്നേ ദിവസത്തെ ഭക്ഷണം നമ്മൾ സമൃദ്ധമാക്കി കഴിഞ്ഞാൽ ആ വർഷം മുഴുവനത്തെ ഭക്ഷണം അല്ലാഹു തആല സമൃദ്ധമാക്കി തരും. ആ ഒരു ദിവസം നിങ്ങൾ വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ വസ്ത്രം വാങ്ങിക്കൊടുത്താൽ ആ വർഷം മുഴുവൻ വസ്ത്രത്താൽ അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നർത്ഥം. വസ്ത്രം സമൃദ്ധമാക്കി തരും. നമ്മൾ അന്നേ ദിവസം നമ്മൾ ഭക്ഷണം സമൃദ്ധമാക്കിയാലോ അല്ലെങ്കിൽ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ വീട്ടുകാർക്ക് കുടുംബക്കാർക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും അന്നേ ദിവസം നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം സമൃദ്ധമാക്കുക. പിന്നെ ആ വർഷം മുഴുവൻ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ഒരാവശ്യവും ഉണ്ടാവില്ല. നമുക്ക് എന്തൊക്കെ കിട്ടും അല്ലാഹു തആല അന്നേ ആ ഒരു വർഷത്തെ ഭക്ഷണം സമൃദ്ധമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തിനാണ് ജോലി എടുക്കുന്നത്? നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇങ്ങനെ ചെയ്താൽ പോരെ, നമുക്ക് ജീവിച്ചാൽ മാത്രം മതിയെങ്കിൽ നമുക്ക് ജോലിക്കൊന്നും പോവാതെ അങ്ങനെ ജീവിച്ചുകൂടാ. അങ്ങനെ ജോലിക്കൊന്നും പോവാതെ ജീവിക്കാതെ നമുക്ക് കഴിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കഴിക്കാൻ കിട്ടാനും പിന്നെ അതുപോലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ജോലിക്കൊക്കെ പോയി അപ്പോൾ നമുക്ക് ഭക്ഷണം സമൃദ്ധമാക്കി തരും, വസ്ത്രം സമൃദ്ധമാക്കി തരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജോലിയിൽ അല്ലാഹു തആല ബറക്കത്ത് തരും, ഐശ്വര്യം തരും, നമുക്ക് ഒരുപാട് സമ്പത്ത് തരും. ഇങ്ങനെ തരുമ്പോഴാണ് നമുക്കതൊക്കെ സമൃദ്ധമാക്കി തരിക എന്ന് പറയാൻ പറ്റുക. അപ്പോൾ എന്തായാലും നിങ്ങൾ വേറൊന്നും കുറിച്ച് ആലോചിച്ചിട്ട് തല പുണ്ണാക്കണ്ട. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. മുഹറം 10-ാം ദിവസം ഒരാൾ ഇങ്ങനെ ഭക്ഷണം തൻ്റെ വീട്ടിൽ ഭക്ഷണം സമൃദ്ധമായിട്ട് ഉണ്ടാക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ വർഷം മുഴുവൻ ഭക്ഷണത്തിൻ്റെ പേരിൽ അവർക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ആ വർഷം മുഴുവൻ ഭക്ഷണം അല്ലാഹു തആല അവർക്ക് സമൃദ്ധമാക്കി കൊടുക്കും. എല്ലാ ഭക്ഷണവും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി കൊടുക്കും. അങ്ങനെയാണ് ഭക്ഷണം സമൃദ്ധം കൊടുക്കും, വസ്ത്രം സമൃദ്ധമാക്കി കൊടുക്കും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും അത്ഭുത മഹത്വങ്ങളുള്ള ഈ മുഹറം മാസത്തിൻ്റെ പവിത്രത, മുഹറം 10-ാം ദിവസത്തിൻ്റെ പവിത്രത ആരും നഷ്ടപ്പെടുത്തരുത്. അന്നേ ദിവസം നോമ്പ് നോറ്റും നിസ്കരിച്ചും സദഖകൾ കൊടുത്തും വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കിയും അന്നേ ദിവസം നമ്മൾ ആഘോഷിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.